കേരളത്തിൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ആളുകൾ പല കാര്യങ്ങളെയും പിന്തുണക്കുന്നത്. ഞങ്ങളിപ്പോൾ കേരളത്തിൽ ആശുപത്രികളൊക്കെ ഭക്ഷണം കൊടുക്കുന്നു. അതെല്ലാം ഡിവൈഎഫ്ഐക്കാരൻ്റെ CPM-കാരൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഭക്ഷണമാണോ കൊടുക്കുന്നത്? ഒരു ദിവസം 50,000 ഭക്ഷണപ്പൊതി ശേഖരിക്കുമ്പോൾ വിവിധ പാർട്ടികളിൽപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഭക്ഷണപ്പൊതി തരുന്നത്. അവർക്കുള്ള ഗ്യാരണ്ടി എന്താണ്? ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി ഡിവൈഎഫ്ഐക്കാരെ ഏൽപ്പിച്ചാൽ അത് അർഹരായിട്ടുള്ള ആളുകൾ കിട്ടുമെന്നൊരു ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. അത് കേരളത്തിലെ പൊതുപ്രവർത്തനത്തിനും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം കിട്ടുന്നൊരു അംഗീകാരം കൂടിയാണ്. ആ അംഗീകാരത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നത്. നാളെ പൊതുപ്രവർത്തനത്തിലൊന്നും ഭാഗമില്ലാത്ത ആളുകൾ ഇത്തരമൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഞങ്ങളെപ്പോലുള്ള ആളുകൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവർ സൂക്ഷിച്ചു നോക്കും ഇതാരാണ് വന്നത് എന്ന്. അപ്പോൾ നാളെ കോൺഗ്രസ്സുകാരൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് എന്ന് നിങ്ങൾ കണ്ടറിയേണ്ടി വരും. അപ്പോൾ ആ ഒരു ആശങ്കയാണ് നിങ്ങളുടെ അണികൾ രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ മുകളിൽ നിന്നിട്ട് ഇതെല്ലാം ആലോചിച്ചാൽ പോരാ. ഡിവൈഎഫ്ഐക്കാർ പറഞ്ഞ കാര്യം നടപ്പാക്കി, കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുത്തു, ഞങ്ങൾക്ക് നാട്ടിലിറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സാധാരണ അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നാട്ടിലെ സാധാരണ കോൺഗ്രസ്സുകാരൊക്കെ കാണും ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യാനാ സഖാവേ, നമ്മൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നാണ് അവർ ദയനീയമായിട്ട് പ്രതികരിക്കുകയാണ്. വേറെ വഴിയില്ല അവർക്ക്. എല്ലാവർക്കും ചാനൽ ചർച്ചയിൽ വന്നിട്ട് വിജേഷ് പറയും പോലെ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവർ ഒരു വല്ലാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തെ എത്തിച്ചതിൽ നിങ്ങൾ അവരോട് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് ഒരു ആരോപണവും പുതുതായിട്ട് ഉന്നയിച്ചിട്ടില്ല. ഇതെല്ലാം നിങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ഉയർന്നു വരുന്ന വാർത്തകളും വിവരങ്ങളുമാണ്.